റബ്ബന്നാസി, ജനങ്ങളുടെ നാഥനായ അല്ലാഹുവേ, അദ്ഹിബിൽ ബഅസ്, ഈ ബഅസ്, ഈ വിഷമം, ഈ ദുരിതം, ഈ ദുരന്തം, ഈ രോഗം നീ ഇല്ലാതെയാക്കണമേ. ഇഷ്ഫി, നീ ശമനം നൽകണമേ. അന്തശാഫി, നീയാണ് ശമനം നൽകുന്നവൻ. എല്ലാം പഠിക്കണ അർത്ഥം. ലാ ശിഫാ, ശമനമില്ലേ ഇല്ല. ഇല്ലാ ശിഫാഉക, നിന്റെ ശമനമല്ലാതെ. അപ്പൊ പുത്തൻപള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളത്തിന്, ഭസ്മത്തിന്, എണ്ണക്ക്, പൊടിക്ക് ശമനത്തിനുള്ള അർഹതയില്ല. പുത്തൻപള്ളിയിൽ നിന്ന് മാത്രമല്ല, ഏത് പള്ളിയിൽ നിന്നായാലും, അജ്മീർ നിന്നായാലും, ലാഹോർ നിന്നായാലും, വേണ്ട മദീനയിൽ നിന്ന് തന്നെ ആയാലും അതിനൊന്നും രോഗം മാറ്റാനുള്ള അർഹതയില്ല. നമ്മൾ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയാണ്, ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നിന്റെ ശമനമല്ലാതെ മറ്റൊരു വ്യക്തിയുടെ, ശക്തിയുടെ, കേന്ദ്രത്തിന്റെ ശമനമില്ല റബ്ബേ. രോഗം വന്നാൽ ശമനം നൽകുന്നവൻ അല്ലാഹു മാത്രമാണ്. രോഗം അവന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തെ നമ്മൾ എടുത്തു മാറ്റി വീണ്ടും നമുക്ക് ആരോഗ്യാവസ്ഥ തിരിച്ചു തരാൻ അള്ളാഹുവിനല്ലാതെ സാധ്യമല്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാട് വിട്ടു പോകുമ്പോൾ എവിടേക്കാണ് അദ്ദേഹം പോകുന്നത്? ആരാണ് രക്ഷിക്കുക? ആരാണ് ഭക്ഷണം കൊടുക്കുക? ആരാണ് വെള്ളം കൊടുക്കുക? നാട്ടുകാരും കുടുംബവും വീട്ടുകാരും പിതാവും അദ്ദേഹത്തെ ആറ്റി പുറത്താക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോവുകയാണ്. എങ്ങനെയുള്ള റബ്ബാണ്? അല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ, എനിക്ക് അവനാണ് ആഹാരം നൽകുക, എനിക്ക് അവനാണ് വെള്ളം നൽകുക. സ്വന്തം നാട്ടിൽ നിന്നും ബഹിഷ്കൃതനാകുന്ന എനിക്ക് മറ്റൊരു പ്രദേശത്ത് ചെല്ലുമ്പോൾ സ്വാഭാവികമായും ഭക്ഷണം പോലും കിട്ടാൻ സാധ്യതയില്ല, വെള്ളം പോലും കിട്ടാൻ സാധ്യതയില്ല. ആരും എന്നെ ഏറ്റെടുക്കുവാനും എൻ്റെ പ്രബോധനം സ്വീകരിക്കുവാനും സാധ്യമല്ല. എങ്കിലും ഇവിടെ നിലനിൽക്കാൻ സാധ്യമാകാത്തതുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഫലസ്തീനിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറയാണ്, എനിക്ക് ഭക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ്, എനിക്ക് വെള്ളം നൽകുന്നവൻ അല്ലാഹുവാണ്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശമനം നൽകുന്നവും അല്ലാഹുവാണ്. മുൻപഴിഞ്ഞ നൂഹ് നബിയല്ല, അതേപോലെ തന്നെ ഹൂദ് നബിയല്ല, അതിനു മുമ്പ് മരണപ്പെട്ടു പോയ ഏതെങ്കിലും പ്രവാചകന്മാരല്ല, ഏതെങ്കിലും വലിയല്ല, മഖബറയല്ല, ജാറമല്ല, ദർഗയല്ല, മക്കാമല്ല, വെണ്ണയല്ല, ഭസ്മമല്ല, മറ്റ് തിരിയോ വിളക്കോ ഹോമമോ ജപമോ മന്ത്രമോ ഐക്കല്ലോ നൂലോ ഒന്നുമല്ല. എനിക്ക് ശമനം നൽകുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ടാ അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം. അപ്പൊ എന്ത് വേണം? രോഗം വന്നാൽ പ്രാർത്ഥിക്കണം. ആരോട് പ്രാർത്ഥിക്കണം? അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം. അതാ ആശയം നമ്മൾക്ക് പറയാനുള്ളത്. ഇത് വിശുദ്ധ ഖുർആന്റെ ആശയമാണ്, ഇത് പ്രവാചകന്മാരുടെ ആശയമാണ്, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയമാണ്. അള്ളാഹുവിന്റെ റസൂലിന് പനി പിടിപെട്ടിട്ടുണ്ട് 11 ദിവസം, ശക്തമായ പനി. അതിന് മുമ്പും ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മരണപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പുള്ള 11 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടപ്പിലാണ്. ഇങ്ങനെ ആലില പോലെ വിറക്കുമായിരുന്നു റസൂലുള്ളാഹ്. പനി പിടിപെട്ടിട്ട് പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് വരാൻ പോലും പറ്റാത്ത അവസ്ഥകളുണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ, അദ്ദേഹത്തിന് മുമ്പ് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ തന്നെ പറയാറുള്ള അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടോ മറ്റാരോടെങ്കിലുമോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ രോഗിയായിട്ട് കിടക്കുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഞാൻ നേരത്തെ കേൾപ്പിച്ചത്. അതാണ് ഇസ്ലാമിന്റെ മന്ത്രം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ളൊക്കെ മന്ത്രം തന്ത്രങ്ങളുടെ സൃഷ്ടിയാണ്. ജീവിക്കാൻ ആവശ്യമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മെനഞ്ഞുണ്ടാക്കിയ മന്ത്രമല്ലാതെ അള്ളാഹും അവന്റെ പ്രവാചകനും മന്ത്രമല്ല. അള്ളാഹും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച മന്ത്രം അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ ലാ യുഗാദിറു സഖമ. അല്ലാഹുവിന്റെ റസൂൽ രോഗിയെ കാണുമ്പോൾ ആദ്യം പറയാ ഇൻഷാ ലാ ബഅസ ഇൻഷാ അല്ലാഹ് തുഹൂർ. ലാ ബഅസ, സാരല്ല. നമ്മുടെ നാട്ടിൽ പറയാം ഇൻഷാ അല്ലാഹ് തുഹൂർ, അള്ളാഹു ഉദ്ദേശിച്ചാൽ എല്ലാം ശരിയാവും. രോഗിയെ സാന്ത്വനപ്പെടുത്തുകയാണ്, സമാശ്വസിപ്പിക്കുകയാണ്, അവന്റെ ബേജാറ് വർദ്ധിപ്പിക്കുകയല്ല, അവന്റെ പ്രയാസത്തെ വർക്കുകയല്ല, ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ പ്രാർത്ഥന കൂടിയാകുമ്പോൾ അവൻ എന്തൊന്നില്ലാത്ത ഒരു ആശ്വാസമായി. അതാണ് നമ്മൾ രോഗിയുടെ അരികിൽ ചെല്ലുമ്പോൾ ചെയ്യേണ്ടത്. രോഗിയും അതാണ് ചൊല്ലേണ്ടത്. അള്ളാഹുവിന് പുറമെ മറ്റൊരു വ്യക്തിയോട് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. അതാണ് ശിർക്ക്. അതേപോലെ തന്നെ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ പാടില്ല. അതാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മാതൃക. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഖലീലുല്ലാഹി നബി അലൈഹിസ്സലാം മക്കളില്ലാതെ കഴിച്ചുകൂട്ടുകയാണ്. 80 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഏതായാലും മക്കളുടേത്. എത്രാമത്തെ വയസ്സിലാണ് എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. 81ന്റെ താഴെ പറഞ്ഞ ഒരൊറ്റ മുഫസ്സിറുകളുമില്ല. 80 വയസ്സ്
30 വയസ്സിന്റെ മുമ്പ് വിവാഹം കഴിഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 80 വയസ്സ് കഴിഞ്ഞ മക്കൾ ഉണ്ടാകുന്നു. 50 കൊല്ലം മക്കളില്ല കഴിച്ചു കൂട്ടേണ്ടി വരികയാണ്. എന്നാൽ മക്കൾ ഉണ്ടാകണ്ട എന്ന താല്പര്യമാണോ? മക്കൾ ഉണ്ടാകണമേ എന്ന അദമ്യമായ താല്പര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സദാ സമയത്തുള്ള പ്രാർത്ഥന റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ നല്ല ഒരു സന്താനത്തെ നൽകി അനുഗ്രഹിക്കണമേ എന്ന്. അങ്ങനെ താല്പര്യമുണ്ട്, അദമ്യമായ താല്പര്യമുണ്ട്, പ്രാർത്ഥിക്കുന്നുമുണ്ട്. ആരോടാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവോട് മാത്രം. സന്താനങ്ങളില്ലാതെ വന്നപ്പോൾ, മക്കളില്ലാതെ പോയപ്പോൾ സന്താനത്തെ ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് മാത്രം 50 കൊല്ലം പ്രാർത്ഥിക്കുകയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ മഹാനായ പ്രവാചകന്റെ ചരിത്രം 20 സൂറത്തുകളിലെ 89 സ്ഥലങ്ങളിൽ ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകന്റെ മാതൃക പിൻപറ്റാൻ കടപ്പെട്ടവരാണ് നമ്മൾ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെയാണ് നീ പിന്തുടരേണ്ടത്. വിശുദ്ധ ഖുർആനിൽ 7 സ്ഥലത്ത് മുഹമ്മദ് നബിയോട് പറഞ്ഞു, അനിത്തബിഅ മില്ലത്ത ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മാതൃക നീ പിൻപറ്റണം. ഇബ്രാഹിമിന്റെ മാതൃക ആദർശരംഗത്തിതാണ്. ചർച്ചയില്ലാത്ത ഈമാൻ, വിശ്വാസത്തിൽ കളങ്കുന്നില്ല, ശിർക്ക് വരുന്നില്ല. മക്കളില്ലാതിരുന്നിട്ടും ഒരു സൗഭാഗ്യം സന്താന ലബ്ധിക്ക് വേണ്ടി അള്ളാഹുവിന് പുറമെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മുമ്പ് നിയോഗിക്കപ്പെട്ട മരിച്ചുപോയ ഏതെങ്കിലും ഒരു പ്രവാചകനോട് നീട്ടോ, പ്രവാചകന്റെ ഖബറിങ്കിൽ ചെന്നിട്ടോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ ആശയം ഖുർആൻ സൂറത്ത് മറിയമിൽ ഇപ്രകാരം പറയുന്നു, വഅദു റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശിയ്യാ, വഅദു റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കും. അവനോടാണ് പ്രാർത്ഥിക്കുക, അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കുക. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യാ, എൻ്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിരാശപ്പെടില്ലായിരിക്കാമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രതീക്ഷിക്കുകയാണ്. 80 വയസ്സായിട്ട് ജീവിതത്തിന്റെ പ്രതികൂലമായ സാഹചര്യമായി മക്കളുണ്ടാകാനുള്ള സ്വാഭാവികമായ കാലാവസ്ഥയും ആരോഗ്യ അവസ്ഥയും മാറി. ആ സമയത്തും റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, നിരാശപ്പെടാതെ. ഞാൻ നിരാശപ്പെടുന്നില്ല റബ്ബേ, നിന്റെ കാരുണ്യം വിശാലമാണ്, നിന്റെ കഴിവ് അപാരമാണ്, നിന്റെ അറിവ് വ്യാപ്തിയുള്ളതാണ്. അതുകൊണ്ട് ഈ സാധുവായ ഞാനിതാ നിന്നോട് തേടിക്കൊണ്ടിരിക്കുന്നു. ലാ തദർനി ഫർദ വ അന്ത ഖൈറുൽ വാരിസീൻ, അല്ലാഹുവേ എന്നെ മക്കളില്ലാതെ എന്നെ നീ തനിച്ചാക്കരുതേ. നീ അനന്തരം നൽകുന്നവരുടെ കൂട്ടത്തിൽ, മക്കളെ നക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായിട്ടുള്ളവനാണല്ലോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട് നിരന്തരമായി. ഞാനിതെന്തിനാ സൂചിപ്പിച്ചത്? അതേ ഖുർആനിന്റെ അനുയായികളായ നമ്മൾ, നമ്മുടെ നാട്ടിൽ ഇബ്രാഹിം എന്ന പേരുള്ള ഒരാൾ വിവാഹം കഴിച്ചെന്ന് വിചാരിക്കുക. 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, 3 കൊല്ലം കഴിഞ്ഞു, മക്കളില്ലാതെ പോവുകയാണ്. ഇബ്രാഹിം എന്തു ചെയ്യും? നമ്മുടെ ഈ പ്രദേശത്തുള്ള ഇബ്രാഹിം ഒരു ഉദാഹരണം. ഇബ്രാഹിം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേര്. ഇബ്രാഹിമിന്റെ കൂടെ അവിടുത്തെ ഭാര്യ സാറയുണ്ടല്ലോ, അല്ലെങ്കിൽ ഹാജറയുണ്ടല്ലോ, അതും കൂട്ട് നമ്മുടെ നാട്ടിലെ ഒരാണും പെണ്ണും ഭാര്യ ഭർത്താക്കന്മാർ ആദ്യത്തെ 2-3 കൊല്ലം മക്കളില്ലെങ്കിൽ അത് സ്വാഭാവികതയിൽപ്പെടുത്തും. അവർ അള്ളാഹിനോടൊക്കെ പ്രാർത്ഥിച്ചു കാണും. പക്ഷേ 3 കൊല്ലം കഴിഞ്ഞ്, 4 കൊല്ലം കഴിഞ്ഞ്, 5 കൊല്ലം കഴിഞ്ഞ് മക്കളില്ലെങ്കിൽ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചു കഴിയാൻ നമ്മുടെ പ്രദേശത്തുള്ള ഒരു മുസ്ലിമായ ഇബ്രാഹിമിനും ഹാജറക്കും സാധ്യമാണോ? അതോ ഇബ്രാഹിമും ഹാജറയും വീട് വിട്ട് ഇറങ്ങുകയാണോ? സജ്ജമാക്കി എവിടെയെല്ലാം കൊട്ടിയിട്ടുണ്ടോ, എവിടെയെല്ലാം കല്ല് വെച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം മഹാന്മാർ മഴമാടപ്പെട്ടിട്ടുണ്ടെന്ന് കേൾക്കുകയുണ്ടോ, അവിടങ്ങളിലെല്ലാം കയറി ഇറങ്ങുകയാണ്. ഒരു ഹാജിയാർ എന്നോട് പറഞ്ഞു, അത് മക്കളില്ലാതെയാണ് മരണപ്പെട്ടു പോയത്. 7000-ലധികം പള്ളികൾ, ജാറങ്ങൾ, പള്ളികളല്ല, 7000-ലധികം ജാറങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് എൻ്റെ ജീവിത കാലഘട്ടത്തിൽ. എൻ്റെ സമ്പത്തിന്റെ നല്ല ഒരു ഭാഗം ഒരു സന്താനത്തെ കിട്ടാൻ വേണ്ടി നേർച്ചപാടുകൾക്കായിട്ട് മാത്രം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. മുഴുവൻ ജാറങ്ങൾ ചെല്ലുമ്പോഴും നേർച്ച കൊടുക്കണം. കണക്കില്ലാതെ, അളവില്ലാതെ കൊടുക്കുകയാണ് മക്കളെ കിട്ടിക്കാണാനുള്ള രമ്യമായ താല്പര്യം കാരണം. 7000-ലധികം, ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുമുള്ള എവിടെയെല്ലാം അറിയപ്പെട്ടുവോ അവിടെയെല്ലാം കയറി ഇറങ്ങി എന്ന് അദ്ദേഹം പറയുന്നു. മക്കളില്ലാതെ മരണപ്പെട്ടു പോയി. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ തൗഹീദിലേക്ക് തിരിച്ചു വന്നു. ഞാൻ ഇതെല്ലാം അബദ്ധമായിരുന്നു, എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടി ഞാൻ എവിടെ കയറിയോ, അള്ളാഹുവിനെ വിട്ട് എവിടെ പോയോ, അതെല്ലാം തെറ്റായിപ്പോയി, ശിർക്കൻ വിശ്വാസമായിരുന്നു എന്ന് മനസ്സിലാക്കി തൗഹീദിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. എങ്കിൽ അദ്ദേഹം പറഞ്ഞത് 7000-ഓളം ജാറങ്ങൾ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ സഹോദര സഹോദരിമാരെ, ഈ പ്രദേശത്തുള്ളവർ മക്കളില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് നിങ്ങൾ എന്നും അറിയാതെ നമുക്കറിയാം. അവർ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് പല കേന്ദ്രങ്ങളും പ്രതീക്ഷയോടെ കയറി ഇറങ്ങും. മക്കളെ കിട്ടുന്ന പ്രതീക്ഷയോടെ കിട്ടുമോ? അങ്ങനെ നൽകാൻ അവർക്ക് സാധ്യമാണോ? അമ്പിയാക്കന്മാർക്കും മക്കളില്ലാതെ കഷ്ടപ്പെട്ടുവെങ്കിൽ ഔലിയാക്കന്റെ കാര്യം പറയാനുണ്ടോ?
ചില ആളുകൾ പോകുന്നത് 3 പെറ്റുമ ഇടത്തിലേക്ക്. എന്താ പ്രത്യേകത? 3 മക്കളുണ്ട്. ഇതൊരു പ്രത്യേകതയാണോ? മക്കളുണ്ടാകാൻ പ്രാർത്ഥിക്കാൻ മാത്രമുള്ള പ്രത്യേകതയാണോ 3 പ്രസവിക്കുക എന്നുള്ളത്? മക്കളുണ്ടാവും. 37 കുട്ടികളുള്ള ഒരു സ്ത്രീയെ പത്രം വായിച്ചിട്ടും പോകുകയാണെങ്കിൽ അവിടേക്കല്ലേ പോകേണ്ടത്? 37 കുട്ടികളെറ്റല്ലോ ആ തള്ളയുടെ അടുത്തേക്കാ പോകേണ്ടത്. എവിടെ പോയി കാര്യമില്ല. 300 പ്രസവിക്കാൻ പോയിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. ആരൊക്കെ മരിക്കണം, ആരൊക്കെ ജനിക്കണം, ആരൊക്കെ സുരക്ഷിതരാകണം, ആരൊക്കെ അനുഗ്രഹീതരാകണം, ആർക്കെല്ലാം രോഗം നൽകണം, ആർക്കെല്ലാം ശിക്ഷ നൽകണം എന്നിത്യാദി കാര്യങ്ങൾ തീരുമാനിക്കുന്ന പരമാധികാരം അല്ലാഹുവിനുള്ളതാണ്. അവൻ ഉദ്ദേശിച്ചത് അവൻ സൃഷ്ടിക്കും. അതിന്റെ ഒരു ഉദാഹരണം പറയാം. അവൻ ഉദ്ദേശിച്ചവർക്ക് ആ പെൺമക്കളെ ദാനമായിട്ട് നൽകും. അവൻ ഉദ്ദേശിച്ച മറ്റു ചിലർക്ക് അവൻ ആൺമക്കളെയാണ് ദാനമായിട്ട് നൽകുക. അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച മറ്റിതർക്ക് ആൺ പെൺ ഇടകൾക്ക് നൽകും. അവൻ ഉദ്ദേശിച്ചവരെ മക്കളില്ലാതാക്കി മാറ്റും ചെയ്യും. 4 പ്രക്രിയ ബന്ധപ്പെട്ട് ഇടപെട്ട് ഇതിനെതിൽ പ്രവർത്തിക്കാൻ ആരെങ്കിലും കഴിയുമെങ്കിൽ അള്ളാഹു കാര്യമായിട്ട് നമ്മെ ഉണർത്തുമോ? അവൻ ഉദ്ദേശിച്ചവർക്ക് മക്കളെ മാത്രം. പെൺകുഞ്ഞാൻ അതുകൊണ്ട് ഉണ്ടായി കിട്ടുന്നില്ല, കാണുന്നില്ല. ആൺമക്കൾ മാത്രമുള്ളവർക്ക് പെൺമക്കളുള്ള ആൾക്ക് അർത്ഥം ഒരു ആൺമകനെ താമസിക്കുന്ന അവരുടെ വ്യക്തി എന്നോട് പറഞ്ഞു, എനിക്ക് 7 കുട്ടികളാണ്. 7ാമത്തെ പെണ്ണായതിന്റെ പേരിൽ എന്റെ ഭാര്യ മകൻ മാറി. ആരൊക്കെയോ അറിഞ്ഞു ഇത് ആൺകുട്ടിയായിരിക്കും, പെൺകുട്ടിയായിരിക്കും. പ്രതീക്ഷയോടെ പ്രസവിച്ച കുട്ടിയാണ്. മാതാവിന്റെ മാനസികപ്പെട്ടുണ്ടായി. മാനസികമായിട്ട് അവർ ബുദ്ധിമുട്ടായിട്ട് മാറി. കാരണം 7ാമതെങ്കിലും ആൺകുഞ്ഞാകുമെന്ന് ആഗ്രഹിച്ചതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, 7 പെൺമക്കളുണ്ടായ വിവാഹം കഴിക്കാൻ എനിക്ക് പ്രയാസമില്ല. പക്ഷെ ആൺകുഞ്ഞുണ്ടാക്കാനുള്ള എന്റെയും അവളുടെയും താല്പര്യമായിരുന്നു. പക്ഷെ നമ്മൾ പതറിലും ആരും വിശ്വന്നത് കൊണ്ട് നമുക്ക് പ്രയാസമില്ല. ഭാര്യ പ്രയാസമുണ്ട്. അതൊന്ന് പറഞ്ഞ് ആശ്വസിക്കണം. അതിന് വീട് വരണം. അത് പറയാനാവും. ഒരു കാരണം 7 പൊട്ട് അല്ലാഹുവിന്റെ തീരുമാനമാണ്. മറിച്ചെല്ലാൻ റബ്ബിനോട് പറഞ്ഞു നോക്കുകയല്ലാതെ ഒരു കേന്ദ്രത്തിൽ പോയിട്ടാരില്ല. അത് പുത്തുപള്ളി ഇന്നുണ്ടായ പള്ളിയാണെങ്കിലും ശരി കാര്യമില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയാണെങ്കിലും ശരി ഇവിടെയും കാര്യമില്ല. 1400 പഴക്കമുള്ള നബിയിൽ ചെന്ന് പറഞ്ഞിട്ടുമില്ല. ഏതാനും 33,000 പഴക്കമുള്ള മസ്ജിദ് പറഞ്ഞ കാര്യമില്ല. വിശുദ്ധമായ കാര്യം ചെന്ന് പറഞ്ഞ കാര്യമില്ല. അള്ളാഹുവിനോടല്ല പറയുന്നതെങ്കിൽ അവിടെ ചെന്നും റബ്ബിനോട് പറയുന്നതിൽ മാത്രമേ എന്തെങ്കിലും മാറ്റം ഗ്രഹിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ചില ആൾക്ക് ആണും പെണ്ണിന്റെ പ്രത്യേകമായ ആഗ്രഹമാണ്. ആൺകുട്ടികൾക്ക് ആൺകുട്ടിയുണ്ട്, കുട്ടികൾക്ക് കുട്ടികളും. അവർ സന്തോഷമായി ആരത്തിൽ അവർക്ക് മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ മക്കൾക്ക് നൽകുക. ആണും പെണ്ണുള്ളവരുടെ ആനയോ പെണ്ണിയോ പെണ്ണിൽ നൽകിയവർക്ക് നൽകാനോ എന്ന് മാത്രം ഇവർക്ക് പെണ്ണ് നൽകുവാൻ ലോകത്തിലേക്ക് വ്യക്തിക്ക് സാധ്യം ഘട്ടമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് സന്താനങ്ങൾക്കുള്ള പ്രാർത്ഥന ബഹുത്രമായി കിടന്നു ഇസ്ലാമിന്റെ തീരുമാനമാണ്. ഈ വിധിയുടെ പാഠമാണ് കഴിഞ്ഞ പ്രവാചകന്മാരുടെ മാതൃക. നമ്മുടെ ആധാരിക ആൺപെണ്ണ് മക്കളെത്തി പല ഭാഗത്തും പോവുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മലപ്പള്ളി ഈ ജില്ലയുടെ അബൂബക്കർ ഹാജി എന്നൊരു മനുഷ്യൻ മസൂദാൻ വേണ്ടി ജനങ്ങൾ എഴുന്നത്ര ജനങ്ങളൊക്കെ നിരാശപ്പെട്ടിരിക്കുകയായി. അപ്പോൾ ഹിന്ദു സഹോദരൻ അബൂബക്കർ ഹാജിയോട് പറഞ്ഞു, ഹാജിപ്പള്ളി നിങ്ങളെല്ലാം ഇന്നേടും പോയില്ല, ഒരുപാട് നച്ചവഴിവുകൾ ചെയ്ത് മക്കളെ കിട്ടില്ലോ. ഞാൻ അവസാനം ഒരപേക്ഷ നേർച്ച ഏതായാലും ദൈവത്തെപ്പോ അന്നത്തെപ്പഴോ വന്നുകൊണ്ട് എന്നെയും മുഷിറിക്കൊന്നും ഞങ്ങൾ വന്ന് നോക്കി. പക്ഷെ നിബന്ധന നിങ്ങൾ ആ നേർച്ചൊന്നും എടുക്കണം. എന്റെ പാദം കൂട്ടാം. അത് വലിയ സംഖ്യ എടുക്കണ്ട. കുട്ടി എത്ര അത്ര പൊൻപഴം മതി. മറ്റുള്ള അമൂല്യ വസ്തുക്കളുണ്ട്, പണവും കൊടുക്കും. 1 കിലോ 3 കിലോ പൂവണം മതി. അബൂബക്കർ അവനുണ്ട് പദത്തിൽ വന്നു നൗടാദ് ഹാജി വിറ്റത് ഗുണായിരിൽ കൊണ്ടാണ് ഈ കുഞ്ഞുണ്ടാകുക. ഇല്ല പറയും പറഞ്ഞു കൊടുക്കാൻ പണ്ഡിതമായി. കാരണം അബൂഹാജി ചോദിക്കണം വിചാരിക്കുക തെറ്റാണ് നിങ്ങൾ കഴിയാത്തത് കൊണ്ടാണ് അള്ളാഹിന്റെ മതമെങ്കിൽ പിന്നെ ധർമായും അബൂഹാജി എന്നിട്ട് ഇയാന്ന് പുറത്തു പോരായ മഹൽമാനെടുത്തു. വേറൊരു പ്രശ്നം കൂടി ദർശനം ഭാര്യയുടെ വിട്ടു പോയിട്ടുണ്ട്. ഒരർത്ഥം ഭാര്യപ്പെടുത്തത് തന്നെ അവന്റെ വിവാഹം ഏർപ്പെട്ടിട്ടുണ്ട്. അവർക്ക് കാര്യത്തിൽ അവിടെ കിട്ടുന്ന റബ്ബിനോട് അത്രേ നമുക്ക് കേടാണ്ടുള്ളൂ. വർഗമായി ഒത്തുവാൻ നബി അലൈഹിസ്സലാം ഞാൻ വിശദീകരിച്ചില്ല എങ്കിലും അത് ഒരിക്കലാം. മകൻ കാത്തിലുള്ള വിഷമം
യൂസുഫ് അലൈഹിസ്സലാം കാണാൻ എവിടെ പോയത് ആദ്യം ദൂരത്തൊന്നും പോയിട്ടാ നമ്മൾ മക്കളുടെ പോയതാണ് ആട് എത്ര കിലോമീറ്റർ ദൂരത്ത് ഒന്നോ കിലോമീറ്ററിന്റെ ഉള്ളിലാക്കുമ്പോൾ യൂസുഫ് അലൈഹിസ്സലാം എന്റെ യൂസ് പൊട്ടക്കിണറ്റുണ്ട് എന്റെ മകൾ അവനെ എല്ലാം വേണ്ട പൊട്ടക്കിണറ്റിൽ എട്ടാം സ്ഥാനത്ത് പൊട്ടക്കിണറ്റാണെന്നോ എൻ മകൻ ഭയപ്പെടില്ല അള്ളാഹുവിൻ ചെയ്തിട്ടുള്ള ഈ അവർ ഓർമ്മയുന്ന ഉണർവരുണ്ട് അത് ഇതുകൊള്ളാണെന്ന് ആ പ്രായത്തിൽ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു എന്റെ മകൻ സമ്മതത്തോട് പൊട്ടക്കിണറ്റിൽ കഴിയുകയാണെന്ന് അറിയാതെ അന്തൽ അദ്ദേഹത്തെ കരച്ചിൽ കാണാറുള്ള ആനെ കാട്ടുള്ള ലക്ഷമായിട്ട് കഴിഞ്ഞു കഴിഞ്ഞു പരവലിച്ച് കഴിഞ്ഞു കഴിഞ്ഞു ലിഫ്റ്റ് കഴിഞ്ഞു ആ സംഭവത്തെ പറ്റി എന്റെ വർഷം എന്റെ യുഗം അള്ളാഹുവിനോ മാത്രമേ എന്നൊക്കെയുള്ളൂ അതിനോട് മാത്രമേ ഞാൻ നടത്തുകയുള്ളൂ എന്നെ കാണാത്ത വിധം അറിയുകയോ ഞാൻ ചെയ്യുകയാണ് നബി അലൈഹിസ്സലാമിന്റെ പറയില്ല പിതാവാണ് അള്ളാഹിന്റെ വർഷം അറുത്ത് പറയുന്ന ദുഃഖവും അള്ളാഹിന്റെ മാത്രമേ പറയൂ നാട്ട് വേദനയ്ക്കൊണ്ട് വൈകാരി വന്ന ചെയ്യും അന്നേ ദിവസം പൂജ കൊടുക്കും പഠിച്ചവനോട് പ്രാർത്ഥിക്കും 2 ദിവസം കഴിഞ്ഞ് വിവലിൽ കൂടാതെ ഇറങ്ങും ജോത്സ്യന്റെ കോട്ടക്കടക്ക് സുമപണിക്കലത്തേക്ക് മറ്റേ ഈരുടെ തങ്ങളുടെ അടുത്ത് ചെറുപ്പത്ത് പഠിച്ചാളുടെ പോകും എന്നിട്ട് സംഘം മഹിഴ് നോക്കും അന്റെ ഉത്തരം അത് വിളിച്ചു അല്ലേ ളമായി അവിടെന്നറിയാൻ ജുഫാൻ നിക്കയും ബീവിയെയും സംഘം എല്ലാവരെയും പണിക്കാരെ എല്ലാ സമീപിക്കും ഒക്കെ ഈ കൃത്യമായിട്ട് നമ്മുടെ പിറ്റേ ദിവസം അദ്ദേഹത്തെ കച്ചവടം വന്നിട്ട് ഇതിപ്പോ രണ്ടാവിൽ കൊട്ടാരത്തിൽ സുഖലോരൂപതയുടെ അപ്പോൾ കേരളത്തെ മനസ്സിൽ റിങ്ങില്ല ഏറാകഞ്ഞ് ആ മകൻ ധൈര്യമായിട്ട് ഈ പട്ടിലെത്തിനും പോകുമ്പോൾ അദ്ദേഹത്തിന് മൂത്ത മക്കൾ ഈദിലെ സ്വഭാവ ഗുണമെല്ലാം മനസ്സിലായി അപ്പം അദ്ദേഹത്തെ ഒരു ജഗൻ പ്രവാനല്ല 2ാമത് യൂസിന്റെ ആനയെ ബിന്നിനെ കൂട്ടിപ്പോയി അവനെ പറഞ്ഞ യൂസുഫിനെ അവിടെ നിർത്താനുള്ള സാഹചര്യം യൂഫാക്കി നമുക്കറിയാണ് അവിടെ ഒരു മകൻ തന്നെ കൂട്ടിയ ഞാനില്ല ഇങ്ങോട്ട് കൂടെ ഞങ്ങൾ അതും പറഞ്ഞില്ല 3ാം പ്രാവശ്യം മക്കൾ പോകുമ്പോൾ പിതാമയെ ഇസ്ലാം ഭ്രമിക്കുന്നു നിങ്ങൾക്ക് വാങ്ങാൻ പോകുമ്പോൾ അന്വേഷണം കേട്ടോ ഏതെങ്കിലുണ്ടെങ്കിലോ പറഞ്ഞ മരിച്ചില്ല എന്ന് കരുതുന്നത് അതുകൊണ്ട് ഈ സിനിമ എന്നത് മക്കളായ അടിയുമായും വർത്തപ്പെടുന്ന പകന നമ്മുടെ നത്തികാചാരം ണോ ണോ എല്ലാ ഇറക്കാനും പറഞ്ഞു ിലുണ്ടല്ലോ കുപ്പിയകത്തുള്ള എപ്പോഴും വിജ്ഞാനത്തിന്റെ ബന്ധമുണ്ടല്ലോ ശേഖരം മകൻ കാരണം അല്ലൽ മഴ നോക്കിയാലേ നമുക്ക് സാധിക്കൂല ഈ അല്ലോടെ അള്ളാഹല്ലേ അതുള്ളതാണല്ലോ അവിടെ ഈ അല്ലഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് എന്താ യാക്കൂബ് നബിക്ക് പറയാൻ കഴിയാതെ പോയത് എന്റെ മകൻ ഇന്ന ഭാഗത്തുണ്ട് മാത്രമല്ല മക്കളെടുത്ത തീരുമാനം എന്താ യൂസുഫിനെ കുയുക്തി ഉപയോഗപ്പെടുത്തി പിതാവിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോകണം എന്നിട്ട് അതിന് പറഞ്ഞ ന്യായം എന്താണ് യൂസുഫിന് ഞങ്ങളോടൊപ്പം വരാനും കളിക്കാനൊക്കെ വലിയ താല്പര്യമാണ് ഉപ്പ എന്തെങ്കിലും പറഞ്ഞയക്കാത്തത് മാലക്കല്ലാത്തമന്ന അല യൂസുഫ യൂസുഫിന്റെ കാര്യത്തിൽ എന്തെങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമില്ലാത്ത പറഞ്ഞോയ്ക്ക് അറസ്റ്റില്ലേ മാന വദൻ നാളെ ഞങ്ങളുടെ കൂടെ വിടി എർത്താള് വയൽ അബ് കളിച്ചുല്ലസിക്കട്ടെ വൈന്നാലഹുലനാസൂൻ ഞങ്ങൾ അവനോട് വളരെ ഗുണകാംക്ഷയുള്ളവനാണല്ലോ എന്ന് പറഞ്ഞപ്പോ യാക്കൂബിന്റെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞോ
നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഞാൻ കാണുന്നുണ്ടടാ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. ആര്? മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞെന്ന്. വെറുതെ പറയണം. അവിടെ സലാം അലി പറയാറുണ്ട് ഓവറാണ്. എല്ലാ വരികൾ അവസാനിക്കുന്നത് ഓവറിലല്ലേ. മൂപ്പര് തമാശയായിട്ട് പറയാറ്. അതായത് മഹീദ്ദിമാല ഉണ്ടാക്കിയ മഹമൂദ് ഖാദി എന്ന വ്യക്തിയെ അള്ളാഹു തആല പരലോകത്ത് ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദിക്കാൻ വിചാരിക്കാം, എന്തിനാണ് എൻ്റെ ഷെയ്ഖായ, എൻ്റെ നല്ല സ്വാലിഹായ അബദായ മൊഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി നിങ്ങളിങ്ങനെ ഇല്ലാത്ത അതിശയോക്തി കലർന്ന വാർത്തകളൊക്കെ പ്രചരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ മഹമൂദ് ഖാദി പറഞ്ഞു ഒഴിവാകുമത്രേ. പഠിച്ചവനെ എന്നെ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ആ സംഗതി പറഞ്ഞ് അവസാനം ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഓവറാണ്, നിങ്ങൾ വിശ്വസിക്കേണ്ടാന്ന്. മുതലായ റമളാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലനെ തോടാതോവർ. അത് ഓവറാണ് ഞാൻ അപ്പം തന്നെ പറഞ്ഞില്ലേ. പിന്നെ അതേപോലെ ഇശാക്ക് എടുത്തോരോവാലെ 40 സൂബഹ് തോളുതോവർ. ഒരു ഒളു ഇശാവിനൊരു ഒളുവിൻ്റെ എടുത്തിട്ട് 40 കൊല്ലം ഒരു ഒറ്റ ഒളുമൽ സുബഹിയ നിസ്കരിച്ച് കറാമത്ത്. അപ്പോ അപ്രകാരം എന്തിനാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയത്തരേ അതൊക്കെ ഞാൻ അധികപ്പറ്റാണെന്ന് അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഓവർ എന്നല്ലാതെ യാഥാർത്ഥ്യവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ഈ നാട്ടിലെ തിരൂർ ഭാഗത്തുള്ള ഒരാൾ മൊഹീദ്ദീൻ മാലിക് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. എഴുതേണ്ടത് തന്നെ വ്യാഖ്യാനം മൊഹീദ്ദീൻ മാലിക് തന്നെ എഴുതേണ്ടതും. വിശുദ്ധ ഖുർആൻ എഴുതാണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് അയാളുടെ വാദം എന്താണെന്ന് അറിയോ? മൊഹീദ്ദീൻ മാല തെറ്റാണോ എന്നാ പരിശുദ്ധ ഖുർആൻ തെറ്റാണ്. അതായത് നമ്മുടെ കാത് മുളച്ചതിന് ശേഷം വിശുദ്ധ ഖുർആനെ പറ്റി കേൾക്കുന്ന ഏറ്റവും അടിസ്ഥാനരഹിതമായ ഒരു ജൽപ്പനം. മൊഹീദ്ദീൻ മാല ആരാണ്ടാക്കിയത്? മഹമൂദ് ഖാദി എന്ന കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോടത്തൂറ തന്നിൽ പിറന്നവർ കോർവായിതൊക്കെയും നോക്കിയെടുത്തോവർ. കോഴിക്കോടത്തുറാബിന ബന്ന് പാട്ടിന് വേണ്ടിയിട്ട് ഒഴിവാക്കിയ തുറാബ് പറഞ്ഞ മണ്ണിനർത്ഥം. കോഴിക്കോടൻ മണ്ണിൽ ജനിച്ച ആളായി മഹമൂദ് ഖാദി. അയാളാണ് ബഗ്ദാദിലുള്ള മൊഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി പറയുന്നത്. എവിടെ നോക്കിയിട്ടാ പറയുന്നത്? അവർ ചൊന്ന ബൈത്തിന്നും ബഹുജ കിതാബിന്നും അങ്ങനെ തക്മീല തന്നിന്നും കണ്ടോവർ. അവർ ചൊന്ന ബൈത്ത് എന്ന് പറഞ്ഞിട്ടൊരു ബൈത്തുണ്ട്. അതായത് മൊഹീദ്ദീൻ മാലയുടെ അറബി മൊഹീദ്ദീൻ മാല, അതാണ് അവർ ചൊന്ന ബൈത്ത്. അല്ലാതെ അണ്ണാച്ചി പറഞ്ഞതെന്നുള്ള അർത്ഥത്തിലല്ല. അവർ ചൊന്ന ബൈത്തൊന്നും ബഹുജത്തുൽ അസ്റാർ എന്ന കിതാബെന്നും. പിന്നെ തികയാതെ വന്നപ്പോൾ മൂപ്പരുടെ വക അങ്ങനെ തക്മീല തന്നിന്നും കണ്ടോവർ. മൂപ്പരുടെ വക കൂട്ടിയിട്ടാണ് ഈ 155 വരി കോർത്തിണക്കിയിരിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ആ മാലയും സർവജ്ഞനായ അള്ളാഹുവിന്റെ വചനമായ വിശുദ്ധ ഖുർആനും കൂടി താരതമ്യപ്പെടുത്തുന്നിടത്തേക്ക് പണ്ഡിതന്മാരെത്തിയാൽ, ഉലമാക്കളെത്തിയാൽ അവർ നയിക്കുന്ന സമുദായം എവിടെ ഇരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതാണല്ലോ ഈ പണ്ഡിതന്മാർ സത്യം കേൾക്കാൻ സമ്മതിക്കാതെ ആളുകൾക്കിടയിൽ മറയിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആലോചിച്ചാൽ പെട്ടെന്ന് ആളുകൾക്ക് കാര്യം ബോധ്യപ്പെടും. ഒരൊറ്റ ഉദാഹരണം പറയാം. റബ്ബേ, ഇന്ന് രാത്രി എനിക്ക് അടക്കാൻ കഴിയാത്തൊരു പ്രയാസം ഉണ്ടായാൽ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് തേടാൻ നല്ലത് ആരാണ് എന്നൊരു മനുഷ്യനങ്ങനെ ആലോചിച്ചിട്ട് അള്ളാഹു അല്ല എന്ന് അയാളൊന്ന് ഉത്തരം കണ്ടെത്തട്ടെ. സാധ്യമാവില്ല. അപ്പൊ അള്ളാഹു അല്ല എന്ന ഉത്തരം കണ്ടെത്തുന്നതിലേക്ക് എത്തിക്കാനാണ് ഈ ഉലമാക്കൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരം മനുഷ്യൻ ആലോചിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് സത്യത്തിലേക്ക് വരും. ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ ഉമർ മൗലവി ഹജ്ജ് വേളയില് മക്കയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരാളുണ്ട് ഇത്ര ഒരു ഭരണി കൊണ്ടുവന്നിട്ട് മണ്ണിങ്ങനെ മക്കയിലെ മണ്ണിങ്ങനെ ഭരണിയിലേക്ക് നിറക്കുന്നു. അപ്പൊ മൗലവി ചോദിച്ചു, എന്തിനാ മണ്ണ്? നമ്മുടെ നാട്ടിൽ മണ്ണ് ഇഷ്ടം പോലല്ലേ? അപ്പൊ അയാൾ പറഞ്ഞു, അതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകെ മണ്ണല്ലേ, പോളിഷിയാക്കപ്പെട്ട മണ്ണാണെന്ന് വിചാരിച്ച് ബാട്ടിലാക്കാം. അപ്പൊ ഉമർ മൗലവി ചോദിച്ചിട്ട്, അപ്പൊ അബൂജഹലും തന്നെയല്ലേ നടന്നു പോയത്? അപ്പൊ അയാളിങ്ങനെ ചിന്തിച്ചിരുന്നു. കുറച്ചേരം ഇങ്ങനെ ഇരുന്നിട്ട് ശരിയാണല്ലോ. അപ്പൊ റസൂലുള്ള നടന്നതിന്റെ മേലെ പിന്നെ അബൂജഹൽ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മണ്ണുകൊണ്ട് കാര്യമില്ല, അത് അവിടെയൊക്കെ നെട്ട് പോകുന്നത്. അപ്പൊ ഒന്നിങ്ങനെ ലേശം ചിന്തിച്ചാൽ സംഗതി ശരിയാവും. ചിന്തിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉലമാക്കൾ ഈ സാധാരണക്കാരെ ശിർക്കിൽ തളച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ എവിടെയും പറയാനുണ്ട്, ഈ കാസർഗോഡ് ഭാഗത്ത്, ഉള്ളാള് ഭാഗത്ത് മുജാഹിദ് ആദ്യത്തെ മുജാഹിദ് ഉണ്ടായത് എങ്ങനെയാ? ഉള്ളാളത്തെ തങ്ങളുടെ കറാമത്ത് വായിച്ചിട്ടാണ്. ഈ കറാമത്ത് എന്തിനാ എഴുതുന്നത്? അയാളിൽ ബഹുമാനവും ആദരവും വിശ്വാസം വർദ്ധിക്കാനും അയാളോട് മാത്രം പ്രാർത്ഥിക്കാനും. ഉള്ളാളത്തെ തങ്ങൾ പറഞ്ഞ സമസ്ത രണ്ടായപ്പോൾ ഉള്ളാളിന് നൽകിയ നിർവചനം ഉള്ളു ഹാളായ ആളെന്നാ. അതല്ല, അവിടെ ഉള്ളാളെന്നൊരു സ്ഥലം തന്നെ ഉണ്ട്. അവിടെ ആ ഉള്ളാളത്തെ തങ്ങളിൽ 18 കറാമത്താണ്. അതിൽ ഒന്നാമത്തെ കറാമത്ത് എന്താ അറിയോ? ഒരിക്കൽ മൂപ്പർ സുബഹിന്റെ സമയത്ത് വീട്ടിലിങ്ങനെ സുബഹിസ്കരിക്കാൻ പോകാതിരിക്കുക. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്താ അങ്ങനെ ഇരിക്കുന്നത്? സുബഹിസ്കരിക്കണമെന്നില്ലേ? വലിയ ആളാന്ന് പറഞ്ഞിട്ട് നിസ്കാരമൊന്നുമില്ലെന്ന്. അപ്പൊ പറഞ്ഞു, നീ എന്ത് വിചാരിച്ചാ പറയുന്നത്? ഞാൻ മക്കത്ത് പോയിട്ട്
നിസ്കരിച്ചിട്ട് ഇപ്പോൾ വരികയാണ്. അവിടെ ഇമാമത്ത് നിന്നിട്ട് കഅബയിൽ ഇമാമത്ത് നിന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ മുഹമ്മദ് കുഞ്ഞ് പറഞ്ഞ ആള് ഈ കറാമത്ത് ഇങ്ങനെ വായിച്ച് വിശ്വാസത്തോടു കൂടിയാണ് വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് മനസ്സിലായി ഇതൊരു തെറ്റാണ്. കാരണം മക്കയിൽ സുബഹി ആകണമെങ്കിൽ ഇനി 2.5 മണിക്കൂർ കഴിയണം, സമയമായിട്ടില്ല. അപ്പോൾ 2.5 മണിക്കൂർ ശേഷം വരാനിരിക്കുന്ന സുബഹിക്ക് ഇമാമത്ത് നടത്തിയിട്ട് ഇവിടെ എത്താൻ ഏതായാലും സാധ്യതയില്ല. ഒന്നാമത്തെ കറാമത്തന്നെ എങ്ങനെയാണെങ്കിൽ ബാക്കി 17 കറാമത്തിന് വായിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മുജാഹിദായി. അപ്പൊ ഞാൻ പറയുന്നത് കേവല ബുദ്ധിയുള്ള ആളുകൾക്ക് ഏറ്റവും ഹൃദയസ്പർക്കായത് അള്ളാഹുവിന്റെ തൗഹീദാണ്. അതിന് അത്ര ഗുണകരമായ, അത്ര സഹില് എളുപ്പമായ ഒരു മാർഗം വേറെയില്ല. ആ അള്ളാഹുവിനെ വിട്ട് മറ്റുള്ളവരിലേക്ക് ജനഹൃദയങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ജനിപ്പിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കാൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സാധാരണക്കാരനായ ആളാണ് മുഹമ്മദ് നബി എന്ന് നമ്മൾ പറയുന്നു എന്ന ഒരു തെറ്റായ ധാരണ. അതുകൊണ്ട് നമ്മൾ സ്വലാത്തില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. സഹോദരങ്ങളെ, നമ്മുടെ വാദം എന്താണെന്ന് അറിയുമോ? ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെ എത്ര മനുഷ്യരും അവരിൽ പ്രവാചകന്മാരും ഔലിയാക്കന്മാരും മഹാന്മാരും മഹത്തുക്കളും ഇവിടെ ജനിച്ചിട്ടുണ്ടോ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മനുഷ്യരിൽ നിന്ന് അള്ളാഹുവിൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ 5 പ്രവാചകന്മാർക്ക് പ്രത്യേകതയുണ്ടെന്ന് വിശുദ്ധ ഖുർആനിലൂടെ മനസ്സിലാകുന്നു. ചില ഹദീസുകളിലും അങ്ങനെ കാണുന്നു, ചരിത്രത്തിൽ കാണുന്നു. ഉലുൽ അസ്മായ പ്രവാചകന്മാർ. ആ ഉലുൽ അസ്മായ പ്രവാചകന്മാരിലും ഏറ്റവും ഉന്നത സ്ഥാനത്താണ് മുഹമ്മദ് നബി. അപ്പൊ മുഹമ്മദ് നബി അഷ്റഫുൽ ഖൽഖാണ്. സൃഷ്ടികളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ്. ഇബ്രാഹിം നബിയേക്കാളും മലക്ക് ജിബീലിനേക്കാളും ശ്രേഷ്ഠനാണ് മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബി സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് എന്ന് വാദിക്കുന്നവൻ മുജാഹിദ് പോയിട്ട് മുസ്ലിം പോലും ആവുക സാധ്യമല്ല. സഹോദരങ്ങളെ, പിന്നെന്താ വാദം? മനുഷ്യനാണ് എന്ന വാദം. മലക്കല്ല, ജിന്നല്ല, പിന്നെ മനുഷ്യനാണ്, അതാണ് വാദം. ഇപ്പൊ ബുറുദ ബൈത്തുണ്ടല്ലോ, ബുറുദ മുഹമ്മദ് നബിയുടെ മദ്ഹ് മാത്രം പറയുന്നതാണ്. ബൂസൂരി എന്ന ഒരാളാണ് ബുറുദ ഉണ്ടാക്കി. അയാൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തളർവാദം പിടിപെട്ടു എന്നാണ്. തളർവാദം പിടിപെട്ട് മുഹമ്മദ് നബിയെ മദ്ഹ് ചെയ്തിട്ട് പദ്യം എഴുതിക്കൊള്ളാമെന്ന് നേർച്ചയാക്കി അങ്ങനെ രോഗം മാറി എന്ന കഥ. അതാ അതിന്റെ പേരെന്നെ ബുറുദുദ്ദ എന്നാണ്, രോഗശമനം എന്നാണ്. അപ്പോ ആ ബുറുദയിലെ ഒരു വരിയിൽ എന്താ പറയുന്നത്? മുഹമ്മദ് നബിയെ പറ്റി മദ്ഹ് പറയുന്നത് ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. എനിക്ക് ഈ മൈക്കൽ ജാക്സന്റെ രീതി അറിയില്ല കേട്ടോ. ഇപ്പൊ മൊയ്ലിയന്മാര് പറയുന്നിട്ട് ഇന്നാളെ ഒരു സക്കാഫി ഇത് മൈക്കൽ ജാക്സന്റെ രീതിയിൽ ഓതിയില്ലെങ്കിൽ ചെറുപ്പക്കാരത് ചെല്ലാൻ കിട്ടൂലാണ്. അതുകൊണ്ട് മൂപ്പര് രീതിയൊക്കെ പറയുന്നുണ്ട്. മുമ്പത്തെ കാക്കാമാര് ടോർച്ചൊക്കെ പിടിച്ച് മുണ്ടൊക്കെ ചുറ്റിയിട്ടുണ്ട് വരും. എന്നിട്ട് ഓല് മൗലായനോട് ചെല്ലുന്ന കേട്ടാൽ കേട്ടിക്കാൻ ഒരു രസമല്ല. അതുകൊണ്ട് അതിന് നല്ല രീതിയൊക്കെ കൊടുത്തിട്ട് മൈക്കൽ ജാക്സൺ രീതിയിൽ ചെല്ലണം എന്നാണ്. എനിക്കാ രീതി അറിയില്ല, നമ്മൾ ഈ പഴയ രീതിയിൽ പറഞ്ഞതാ. ആ രീതിയിൽ അവിടെ എന്താ പറയുന്നത് അറിയോ? മുഹമ്മദ് നബിയെ പറ്റി ഒരാൾ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് മുഹമ്മദ് നബിയെ മദ്ഹ് ചെയ്ത് പറയാവുന്നതിന്റെ അങ്ങേ അറ്റം എന്ന് പറയുന്നത് അന്നഹു ബശറുൻ, അദ്ദേഹം മനുഷ്യനാണ് എന്ന് പറയല. പക്ഷെ ഒരു പ്രത്യേകത, അദ്ദേഹം അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ്. അതെന്നെ മുജാഹിദുകളായ നമ്മുടെയും വാദം. മറ്റ് പ്രവാചകന്മാരെക്കാൾ പോലും ശ്രേഷ്ഠനായ വ്യക്തിത്വമാണ് മുഹമ്മദ് നബിയുടെ. പിന്നെന്താ നമ്മൾ സാധാരണക്കാരനായ മനുഷ്യനാക്കി എന്ന് പറഞ്ഞത്? എങ്ങനെയാണ് അങ്ങനെ പറയാൻ സാധിക്കുക? മുഹമ്മദ്, നമ്മൾ സാധാരണ രാവിലെ നേരം പുലർന്നാൽ വൈകുന്നേരം പോയാൽ രാത്രി വരെയും നമ്മൾ മുഹമ്മദ് നബിയുടെ ചര്യ, മുഹമ്മദ് നബിയുടെ സുന്നത്ത് എപ്രകാരമാണ്, ഏതൊക്കെയാണ് എന്ന് അറിയുവാനും അത് ജീവിതത്തിൽ പുലർത്തുവാനും ശ്രമിക്കുന്ന ആളുകളാണ് നമ്മളിൽ അധിക പേരും. എന്നിട്ട് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണക്കാരനായ മനുഷ്യനാണ് എന്ന് നമ്മൾ പറയുന്നു എന്നത് തെറ്റായ ധാരണയാണ്. അദ്ദേഹം അഷ്റഫുൽ ഖൽഖാണ്, ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ നമ്മൾ സ്വന്തം ഉമ്മയെക്കാളും വാപ്പയെക്കാളും മക്കളെക്കാളും സ്നേഹിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടത്. പ്രവാചകൻ പറയാണ്, മൻ അഹബ്ബനി ഫല്യസ്തന്ന ബിസുന്നതി. എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ സുന്നത്തിനെ സ്നേഹിക്കണം. ആ സുന്നത്താണ് നാം നേരത്തെ പറഞ്ഞത്. അതിവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അനേകം ഹദീസ് ഗ്രന്ഥങ്ങളിലായിട്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ രാപ്പകലുകളിലുള്ള ജീവിതം, പ്രവാചകന്റെ രഹസ്യ ജീവിതം, പ്രവാചകന്റെ കുടുംബ ജീവിതം, പ്രവാചകന്റെ മറ്റുള്ളവരുള്ള സമീപനങ്ങൾ, രീതികൾ, പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ തുടിപ്പുകളും ഓരോ സന്ദർഭങ്ങളും, പ്രവാചകൻ പുഞ്ചിരിച്ചത് എപ്പോഴെല്ലാം എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല്
അണപ്പല്ല് കാണുമാറ് ചിരിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ എത്രയുണ്ട് എന്ന് ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മഹാനായ പ്രവാചകൻ ചില സന്ദർഭങ്ങളിൽ അവിടുത്തെ കൈ ഉയർത്തും. ആ കൈ ഉയർത്തുമ്പോൾ പ്രവാചകന്റെ കക്ഷഭാഗത്തുള്ള വെളുപ്പ് നിറം പ്രകടമാകുന്ന വിധത്തിൽ എത്ര പ്രാവശ്യമാണ് കൈ കൂടുതൽ ഉയർത്തിയത് എന്ന് ഹദീസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളും അതാ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത് കഴിയുന്നത്ര നമ്മുടെ ജീവിതത്തിൽ പുലർത്തുക എന്നതാണ് അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കുക എന്നതിന്റെ ഉദാഹരണം. മൻ അഹബ്ബനി ഫല്യസ്തന്ന ബിസുന്നതി, എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്റെ സുന്നത്ത് എടുക്കുകയാണ് വേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകനുള്ള സ്നേഹം പല വിധത്തിലും നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയും. പ്രവാചകന് വേണ്ടി ഏത് ത്യാഗവും വരിക്കാൻ നമുക്ക് കഴിയും. പ്രവാചകൻ വിളിക്കുമ്പോഴേക്ക് സഹാബിമാർ വിളി കേൾക്കുകയാണ്, ബി അബി അന്ത വ ഉമ്മി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ അങ്ങേക്ക് വേണ്ടി എൻ്റെ ഉമ്മയും വാപ്പയും ഫിദിയയാണ്. ഉമ്മാനെ ത്യജിക്കണോ വാപ്പയെ ത്യജിക്കണമോ അവരെ കൈയൊഴിക്കണമെന്ന് അങ്ങ് പറയുകയാണെങ്കിൽ കൈയൊഴിക്കാൻ ഞാൻ തയ്യാറാണ്. അത്ര സന്നദ്ധതയോടുകൂടിയാണ്. ലബ്ബൈക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ അങ്ങയുടെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു. മഹാനായ പ്രവാചകൻ എഴുന്നേൽക്കുമ്പോഴേക്ക് 2 ചെരിപ്പുകൾ അവിടെ സജ്ജമായി. മഹാനായ പ്രവാചകൻ അദ്ദേഹത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ, അതേപോലെ തന്നെ ഹമ്മാമിലേക്ക് പോകുമ്പോൾ, ബാത്റൂമിലേക്ക് പോകുമ്പോൾ ആവശ്യമായ വെള്ളവും വസ്തുക്കളും അവിടെ എത്തിക്കുകയായി. മഹാനായ പ്രവാചകൻ കുളിക്കാൻ നിൽക്കുമ്പോഴേക്ക് സഹാബിമാർ വസ്ത്രം കൊണ്ടുവന്ന് റസൂലുള്ളാഹിക്ക് മറപിടിക്കുകയായി. മഹാനായ പ്രവാചകൻ രാത്രി എങ്ങോട്ടെങ്കിലും സഞ്ചരിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ കാര്യത്തിൽ അവർക്ക് ഭയപ്പാടും അങ്കലാപ്പുമായി. പ്രവാചകനോടൊപ്പം യാത്ര ചെയ്യാൻ അവർ താല്പര്യപ്പെടുകയായി. അങ്ങനെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ റസൂലുള്ളാഹിയെ വിട്ടുപോകാതെ റസൂലുള്ളാഹിയുടെ കൂടെ പോകാൻ കാരണം അപകടം മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ പ്രവാചകനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് മുഹമ്മദ് രക്ഷപ്പെടുന്നതെന്ന് അറിയാൻ ആ റസൂലുള്ളാഹിയുടെ കൂടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇന്നി ഉലാസിമുക യാ റസൂലല്ലാഹ് വലാ ഉഫാരിഖുക അബദാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയെ ഞാൻ അങ്ങയോടൊപ്പം അങ്ങയുടെ നിഴലായി എപ്പോഴും ഉണ്ടാകും, അങ്ങയിൽ നിന്ന് വിട്ട് മാറി നിൽക്കുന്ന പ്രശ്നമില്ല, അതുകൊണ്ട് ഹിജ്റ പോകുമ്പോൾ അങ്ങയോടൊത്ത് ഞാൻ ഉണ്ടാകുമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സ്നേഹത്തിന്റെ ഉദാഹരണമാണ്. പക്ഷേ റസൂലുള്ളാഹി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെ റസൂലുള്ളാഹിയെ സ്നേഹിക്കും? അതിന്റെ രൂപമാണ് റസൂലുള്ളാഹി പറഞ്ഞത്. മൻ അഹബ്ബനി, എന്നെ ആർക്കെങ്കിലും സ്നേഹിക്കണമെങ്കിൽ ഫല്യസ്തന്ന ബിസുന്നതി, അവൻ എന്റെ സുന്നത്ത് എടുക്കട്ടെ. അത് ഇഷ്ടം പോലെ ഉണ്ട്. അത് ശരിക്ക് പഠിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാരടക്കം ബിദ്അത്ത് ചെയ്യേണ്ടി വരുന്നത്. സുന്നത്താണ്ട് എടുത്തു നോക്കി, ബിദ്അത്തിന് നേരണ്ടാവൂല. അള്ളാഹുവിന്റെ റസൂലിന് സ്ഥിരപ്പെട്ട പ്രാർത്ഥന ദിക്റും മാത്രം പഠിച്ച വേറെ ദിക്റും പ്രാർത്ഥനയും വരില്ല. അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ച സ്വലാത്ത് നമ്മളോട് ചൊല്ലിയാൽ നാരിയ സ്വലാത്തിന് സമയം ഉണ്ടാവൂല. നാരിയ സ്വലാത്ത് പിൽക്കാലത്ത് വന്ന സ്വലാത്ത. സ്വലാത്ത് ആകാശ ലോകത്തുനിന്ന് ഇറക്കപ്പെട്ടതാണ്. അതിന്റെ രീതി, അതിന്റെ കൈഫിയത്ത് മഹാനായ റസൂലുള്ള പഠിപ്പിച്ച കൈഫിയത്തിലൂടെയല്ലാതെ സ്വലാത്ത് നമ്മൾ ചൊല്ലേണ്ട ആവശ്യമില്ല. പ്രവാചകന് സ്വലാത്ത് ചൊല്ലണം എന്ന ആയത്തിറങ്ങിയപ്പോൾ സഹാബിമാരും എന്ന് ചോദിക്കുകയാണ്, നബിയെ അങ്ങേക്ക് സലാമോ സ്വലാത്തും കൂടി ചൊല്ലാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. സലാം ചൊല്ലാൻ ഞങ്ങൾക്കറിയാം. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അങ്ങനെ പറഞ്ഞ സലാമായി. അസ്സലാമു അലൈക യാ മുഹമ്മദ് എന്ന് പറയാൻ പറ്റൂല. നബിയുടെ പേര് വിളിക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിശേഷണം പറയണം. അതേ സമയത്ത് സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്കറിയില്ല നബിയെ, അതുകൊണ്ട് സ്വലാത്ത് ഞങ്ങളെ പഠിപ്പിക്കണം. അപ്പൊ റസൂലുള്ള പഠിപ്പിച്ച സ്വലാത്താണ് അത്തഹിയാത്തിൽ നമ്മൾ ചൊല്ലൂലേ, ആ സ്വലാത്ത്. അതാ സ്വലാത്ത്. അതിന്റെ ചെറിയ രൂപമാണ് സല്ലല്ലാഹു അലാ മുഹമ്മദിൻ, അങ്ങനെ ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അങ്ങനെ ചൊല്ലാം. പക്ഷേ നാരിയത്തു സ്വലാത്തോ അത് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലില്ല. സഹാബികൾക്ക് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല. മഹാനായ ഇമാം ഷാഫി, മഹാനായ ഇമാം അബൂ ഹനീഫ, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അതേപോലെ തന്നെ മറ്റ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഔസാഇ, ഇമാം സൗരി, ഇവരാരും നാരിയ സ്വലാത്ത് കേട്ടിട്ടില്ല. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം, അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ തഅമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിൽ റഗായിബു വയസ്തസ്ഖൽ ഗമാമ ബിവജ്ഹിൽ കരീം എന്ന് തുടങ്ങുന്ന നാരിയ സ്വലാത്ത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത സ്വലാത്താണ്.
സ്വഹാബിമാർക്ക് പരിചയമില്ലാത്ത സ്വലാത്താണ്, താബികൾക്ക് പരിചയമില്ലാത്ത സ്വലാത്താണ്, താബികൾക്ക് പരിചയമില്ലാത്ത സ്വലാത്താണ്, അഇമ്മത്തിന്റെ 4 ഇമാമുകൾക്കും അറിയാത്ത സ്വലാത്താണ്. അത് പുതിയ ആചാരമാണ്, പുതിയ ബിദ്അത്താണ്. സ്വലാത്ത് നഗറുകളും അപ്പാരം തന്നെ.